ബത്തേരിക്കടുത്ത് മലങ്കരയിൽ പി രാമചന്ദ്രൻ രചിച്ച ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും നവമാധ്യമങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നതിനെയും ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്നു. ആശയം പ്രകൃതി ദൃശ്യവും ഗൃഹാതുരത്വവും. വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള മലങ്കര എന്ന ഗ്രാമത്തിൽ ഒരു സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുന്ന കവിയിലാണ് കവിത തുടങ്ങുന്നത്. പാടത്തെ ഞാറ്റടിപ്പച്ച, ചേറിൻചൂറ്, പൂട്ടാനിറങ്ങിയ കുറുമർ, കൊക്കുകൾ തുടങ്ങിയ ദൃശ്യങ്ങൾ കവിയിൽ ആനന്ദവും ഗൃഹാതുരത്വവും നിറയ്ക്കുന്നു. സാംസ്കാരിക ബിംബങ്ങൾ. വിരിഞ്ഞുകിടക്കുന്ന വയലിലെ പച്ചപ്പിനെ കഥകളിയിലെ പച്ചവേഷം ചുട്ടികുത്തിക്കാൻ കാത്തുകിടക്കുന്നത് പോലെ കവി സങ്കല്പിക്കുന്നു. മലനാട്ട് മണ്ണ് മനയോല തേച്ച് മുഖം കാട്ടി നിൽക്കുന്നു എന്ന പ്രയോഗത്തിലൂടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും കലയെയും കവി മനോഹരമായി കോർത്തിണക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ പരിഹാസം. സർഗാത്മകതയുടെ പ്രതീകമായ പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോൺ വാങ്ങിയെന്നും കമ്പ്യൂട്ടറിലെ മൗസ് ചലിപ്പിക്കുന്നതിനെ ഡിജിറ്റൽ ഭ്രമണപഥം എന്നും കവി വിശേഷിപ്പിക്കുന്നു. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ അത് മൊബൈലിൽ പകർത്തി പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണ് ആധുനിക മനുഷ്യൻ തിടുക്കം കൂട്ടുന്നത്. കപട പരിസ്ഥിതി സ്നേഹം. ചിത്രം അപ്ലോഡ് ചെയ്താലുടൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ കമൻറ്റുകളുമായി എത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നവർ തന്നെ ആ പച്ചപ്പിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നതിലൂടെ പ്രകൃതിയെ വെറും കച്ചവട വസ്തുവായി കാണുന്ന കപട മനോഭാവത്തെ കവി പരിഹസിക്കുന്നു. പ്രകൃതിയെ ഡാറ്റയാക്കി മാറ്റൽ. ഡിജിറ്റൽ ലോകത്തിൻ്റെ കടന്നുകയറ്റത്തോടെ ഒരു ആഗോള ഗ്രാമമായി മാറുന്നു. കവിതയുടെ അവസാനം മലകളെയും മരങ്ങളെയും കുറുമരെയും ഒക്കെ നിങ്ങൾ ആകെ എത്ര GB എന്ന് കവി ചോദിക്കുന്നു. പ്രകൃതിയുടെ ആത്മാവിനെ കാണുന്നതിന് പകരം അതിനെ ഡാറ്റയുടെ അളവുകളിൽ മാത്രം ഒതുക്കുന്ന ആധുനിക മനുഷ്യൻ്റെ നോട്ടത്തെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത്. ചുരുക്കത്തിൽ മണ്ണിൽ പണിയെടുക്കാതെയും പ്രകൃതിയെ നേരിട്ട് സ്നേഹിക്കാതെയും മൊബൈലിലൂടെ മാത്രം പരിസ്ഥിതി സ്നേഹം കൊട്ടിഘോഷിക്കുന്ന പുതിയ കാലത്തെ മനുഷ്യൻ്റെ പൊള്ളത്തരമാണ് ഈ കവിതയുടെ കാതൽ. ഇനി 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. കവിതയിൽ മലനാട്ട് മണ്ണ് കഥകളിയിലെ ഏത് മുഖത്തെഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മനയോല തേച്ച് ചുട്ടിയിടാൻ മലർന്നു കിടക്കുന്ന പച്ചവേഷവുമായി. 2. നവമാധ്യമങ്ങളിൽ പങ്കുവെച്ച ചിത്രത്തിന് വന്ന കമൻറ്റുകളെ കവി താരതമ്യം ചെയ്യുന്നത് എന്തിനോടാണ്? ഉത്തരം തിരുതകൃതിയായ ചാറ്റൽ മഴയോട്. 3. ഇപ്പോൾ ഞാൻ അനേകരാണ് എന്ന് കവി പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്ന ലോക കാഴ്ചപ്പാട് എന്ത്? ഉത്തരം ആഗോള പൗരനായി മാറുന്നതിലെ അഹങ്കാരധ്വനി. മാർക്കിൻ്റെ ചോദ്യങ്ങൾ. കവി ബത്തേരിക്കടുത്ത് മലങ്കരയിൽ കണ്ട നെൽപ്പാടത്തിൻ്റെ ദൃശ്യത്തെ വർണ്ണിക്കാൻ ഉപയോഗിച്ച ചില വാങ്മയ ചിത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം ഞാറ്റടിപ്പച്ച, ചാറ്റൽ മഴ, ചേറിൻ്റെ ചൂര്, പോത്തു പൂട്ടുന്ന കുറുമർ, കാക്കകൾ, കൊക്കുകൾ തുടങ്ങിയ ദൃശ്യ ഗന്ധാനുഭവങ്ങൾ കവിഭാവനയെ ഉണർത്തുന്നു. 2. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്ന് കിടക്കയല്ലേ മലനാട്ട് മണ്ണ് എന്ന പ്രയോഗത്തിലൂടെ കവി എങ്ങനെയാണ് സംസ്കാരത്തെയും ഭൂപ്രകൃതിയെയും സമന്വയിപ്പിക്കുന്നത്? ഉത്തരം കൃഷിക്കായി ഉഴുതുമറിച്ചിട്ട വയലിൻ്റെ കാഴ്ചയെ കഥകളിയിലെ പച്ചവേഷം ചുട്ടിയിടാനായി മലർന്നു കിടക്കുന്നതുമായി കവി സങ്കല്പിക്കുന്നു. ഈ ബിംബത്തിലൂടെ കേരളത്തിൻ്റെ തനതായ കലാരൂപവും അതായത് കഥകളിയും ഭൂപ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനോഹരമായി വിശദീകരിക്കുന്നു. 3. ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു. ഈ വരി നൽകുന്ന ആശയം എന്ത്? ഉത്തരം പ്രകൃതി സഹജമായ ജൈവ പരിസരങ്ങളെ അതായത് ജൈവ നദീതീരങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സൗകര്യങ്ങളും വികസനവുമായി സമന്വയിപ്പിച്ച് അവിടെ മനുഷ്യർ ശാന്തി കണ്ടെത്തുന്നു എന്നാണ് ഇതിൻ്റെ ഉപരിപ്ലവമായ അർത്ഥം. എന്നാൽ മണ്ണിൽ പണിയെടുക്കാതെ മൊബൈലിലൂടെ പരിസ്ഥിതി സ്നേഹം കൊട്ടിഘോഷിക്കുന്ന പുതിയ കാലത്തെ പ്രവണതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4. കമൻറ്റുകൾ. തിരുതകൃതിയായി ചാറ്റൽ എന്ന പ്രയോഗത്തിലൂടെ കവി വിമർശിക്കുന്ന സാമൂഹ്യ മാധ്യമ സംസ്കാരം എന്താണ്? ഉത്തരം ചിന്താപരമായ സൃഷ്ടിക്ക് സമയം നൽകാതെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അംഗീകാരത്തിനും അതായത് ലൈക്കുകൾ, കമൻറ്റുകൾ എന്നിവയ്ക്ക് വേണ്ടി ക്ഷണികമായ പ്രതികരണത്തിനും പ്രാധാന്യം നൽകുന്ന സോഷ്യൽ മീഡിയ സംസ്കാരത്തെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത്. ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വ്യാകരണ ചോദ്യങ്ങൾ. താഴെ പറയുന്ന പദങ്ങൾ വിഗ്രഹിച്ച് എഴുതുക. പൊൻതൂലിക,
പൊൻനിറമുള്ള തൂലിക അല്ലെങ്കിൽ പൊന്നുകൊണ്ടുള്ള തൂലിക. മലനാട്ടു മണ്ണ്, മലനാട്ടിലെ മണ്ണ്. ഞാറ്റടി പച്ച, ഞാറ്റടിയിലെ പച്ച. ഇനി ആശയ വിശകലനമാണ്. നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, എത്ര കൊടുക്കണം. കമൻ്റ് ഇട്ട വ്യക്തിയുടെ ഈ കാഴ്ചപ്പാട് കവി വിമർശിക്കുന്നത് എങ്ങനെ? ഉത്തരം ഈ വാക്കുകൾ കപടമായ പാരിസ്ഥിതിക ബോധത്തെയും വാണിജ്യ താൽപ്പര്യത്തെയുമാണ് തുറന്നു കാട്ടുന്നത്. പച്ചപ്പ് സംരക്ഷിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തന്നെ എത്ര സെൻറ്റ് വരും, എത്ര കൊടുക്കണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് മണ്ണിനെ കച്ചവട വസ്തുവായി കാണാനുള്ള പ്രവണത വെളിപ്പെടുത്തുന്നു. പണം കൊടുത്താൽ എന്ത് സൗന്ദര്യവും നേടാനാകുമെന്ന പുതിയ ഉപഭോഗാസക്തിയാണ് ഈ ചോദ്യങ്ങളിലൂടെ പുറത്തുവരുന്നത്. 2. കവിതയുടെ തുടക്കത്തിലുള്ള നെൽപ്പാടം കാണുന്നതിലെ കവിയുടെ നിർവൃതിയും ക്ലൈമാക്സിലെ എത്ര GB എന്ന ചോദ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം വിശദീകരിക്കുക. ഉത്തരം: നെൽപ്പാടം കാണുമ്പോൾ കവിക്ക് നിർവൃതിയും സന്തോഷവും അനുഭവപ്പെടുന്നു. ഇത് പ്രകൃതിയുടെ തനിമയോടുള്ള ആത്മാർത്ഥമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ കവിതയുടെ ക്ലൈമാക്സിൽ ലോകത്തിൻ്റെ അവതാരമൂർത്തിയായി സ്വയം കാണുന്ന കവി മലകളെയും മരങ്ങളെയും ഗോത്രവർഗ്ഗക്കാരെയും ഡാറ്റയുടെ അളവിൽ ഒതുക്കുന്നു. ഈ മാറ്റം പ്രകൃതിയുടെ മൂല്യത്തെ ആത്മാർത്ഥമായി ആസ്വദിക്കുന്നതിൽ നിന്ന് അതിനെ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ അളന്നു തിട്ടപ്പെടുത്തുന്ന യാന്ത്രിക ഉപഭോഗ മനോഭാവത്തിലേക്കുള്ള ആധുനിക മനുഷ്യൻ്റെ തരം താഴ്ത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണു വാങ്ങിച്ച് ഞാൻ എന്ന പ്രയോഗത്തിലൂടെ കവി ലക്ഷ്യമിടുന്ന സാമൂഹിക സാംസ്കാരിക വിമർശനം എന്താണ്? വയലാറിൻ്റെ സർഗസംഗീതം എന്ന കവിതയിലെ ആശയവുമായി ഇത് എങ്ങനെ താരതമ്യം ചെയ്യാം? ഉത്തരം: പൊൻതൂലികയും ഫോണും സർഗാത്മകതയുടെയും ആഴത്തിലുള്ള ചിന്തയുടെയും പ്രതീകമായ തൂലിക ഉപേക്ഷിച്ച് നവമാധ്യമങ്ങളിൽ പ്രകടനപരതയ്ക്കും അംഗീകാരത്തിനും പ്രാധാന്യം നൽകുന്ന കിടിലൻ ഫോൺ വാങ്ങിയതിലെ കപടതയാണ് കവി വിമർശിക്കുന്നത്. ആഴത്തിലുള്ള സൃഷ്ടിയേക്കാൾ ക്ഷണികമായ ഡിജിറ്റൽ പ്രകടനത്തിന് പ്രാധാന്യം നൽകുന്ന ആധുനിക സമൂഹത്തെയാണ് കവി പരിഹസിക്കുന്നത്. വയലാർ താരതമ്യം. വയലാർ രാമവർമ്മ തൻ്റെ സർഗസംഗീതം എന്ന കവിതയിൽ കരവാൾ, അതായത് പോരാട്ടത്തിൻ്റെ ആയുധം, വിറ്റ് മണിപ്പൊൻവീണ, അതായത് കലയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം വാങ്ങിയത് ശക്തിയിലൂടെയുള്ള മാറ്റത്തേക്കാൾ കലയിലൂടെയുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം നൽകാനായിരുന്നു. എന്നാൽ PP രാമചന്ദ്രൻ്റെ കവിതയിൽ തൂലിക വിറ്റ് ഫോൺ വാങ്ങുന്നത് സൃഷ്ടിപരമായ ആത്മീയതയിൽ നിന്നും ഭൗതിക ഉപഭോഗത്തിലേക്കും ഉപരിപ്ലവമായ ഡിജിറ്റൽ ഇടപെടലിലേക്കും സമൂഹം മാറിയതിൻ്റെ ആക്ഷേപഹാസ്യമാണ് വിമർശനം. ഈ പകരം വയ്ക്കൽ സാഹിത്യകാരൻ പോലും ആഴത്തിലുള്ള എഴുത്തുപേക്ഷിച്ച് ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് വീഴുന്നതിനെക്കുറിച്ചുള്ള കവിയുടെ ആത്മവിമർശനം കൂടിയാണ്. 2. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ കപട പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പ്രകടനപരതയെയും വാണിജ്യവൽക്കരണത്തെയും കവി ഏതെല്ലാം തലങ്ങളിലാണ് ആവിഷ്കരിക്കുന്നത്? വിശദീകരിക്കുക. ഉത്തരം: PP രാമചന്ദ്രൻ ആധുനിക മനുഷ്യൻ്റെ പരിസ്ഥിതി സ്നേഹത്തിലെ പൊള്ളത്തരം പലതരത്തിൽ വിമർശിക്കുന്നു. സർഗാത്മകതയുടെ വിൽപ്പന, അതായത് സർഗാത്മക തലം. തൂലിക വിറ്റ് ഫോൺ വാങ്ങുന്നത് പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തേക്കാൾ അതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന പ്രകടനത്തിന് പ്രാധാന്യം നൽകുന്നു. വാണിജ്യ താൽപ്പര്യം, അതായത് സാമ്പത്തിക തലം. നെൽപ്പാടത്തിൻ്റെ ചിത്രം കണ്ടയുടൻ എത്ര സെൻറ്റ് വരും, എത്ര കൊടുക്കണം എന്ന കമൻറ്റുകൾ വരുന്നത് പ്രകൃതി ഭംഗിയെ കച്ചവട മുതലായി മാത്രം കാണുന്ന മനോഭാവം വെളിപ്പെടുത്തുന്നു. പണം കൊടുത്താൽ എന്ത് പച്ചപ്പും സ്വന്തമാക്കാം എന്ന പുതിയ കാഴ്ചപ്പാടിനെ കവി ചോദ്യം ചെയ്യുന്നു. ഡിജിറ്റൽ ഒതുക്കൽ, അതായത് സാങ്കേതിക തലം. മലകളെയും മരങ്ങളെയും കുറിച്ചരെയും നിങ്ങൾ ആകെ എത്ര GB എന്ന് ചോദിക്കുന്നത് പ്രകൃതിയുടെ മഹത്വത്തെയും ജീവാത്മതയെയും ഡേറ്റയുടെ അളവിൽ ചുരുക്കുന്ന ക്രൂരമായ ഉപഭോഗ മനസ്സിൻ്റെ പ്രതീകമാണ്. ലളിത ജീവിതത്തോടുള്ള അവഗണന. കൃഷിയെ ഉപജീവനമായി കാണുന്ന കുറുമരെയും കുറിച്ചരെയും GB കണക്കിൽ അളക്കുന്നത് അവരുടെ ഗോത്ര സംസ്കാരത്തോടുള്ള ബഹുമാനം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. മണ്ണും മനുഷ്യനും എന്ന കഥയിലെ KU നായരുടെ ഭൗതിക കാഴ്ചപ്പാടും ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ കമൻ്റിടുന്ന വ്യക്തിയുടെ വാണിജ്യ താൽപ്പര്യവും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? ഉത്തരം: 2 പാഠഭാഗങ്ങളിലെയും കഥാപാത്രങ്ങൾക്ക് പ്രകൃതിയോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നും അവയെ ഭൗതിക സുഖങ്ങൾക്കും വാണിജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മനോഭാവമാണ് ഉള്ളതെന്നും കാണാം. പ്രകൃതിയെ വിലയിടുക. KU നായർ മരങ്ങൾ ഇല കൊഴിയുന്നത് വൃത്തികേടാകുമെന്നും കാറ്റും വെളിച്ചവും കിട്ടുമെന്ന പേരിൽ വെട്ടിമാറ്റുന്നു.
അതുപോലെ കവിതയിലെ കമന്റുകൾ എത്ര സെന്റ് വരും, എത്ര കൊടുക്കണം എന്ന് ചോദിച്ച് പച്ചപ്പിന് വിലയിടുന്നു. അകലം പാലിക്കൽ. കെ.യു. നായർ മണ്ണുമായി ബന്ധമില്ലാതിരിക്കാൻ മുറ്റം മാർബിൾ കൊണ്ട് മൂടി പ്രകൃതിയിൽ നിന്ന് അകലം പാലിക്കുന്നു. കവിതയിലെ വിമർശകരാകട്ടെ മണ്ണിലിറങ്ങി പണിയെടുക്കാതെ ഡിജിറ്റൽ ലോകത്തിരുന്ന് പ്രകൃതി സൗന്ദര്യം കണ്ട് അതിന് വിലയിട്ട് അകലം പാലിക്കുന്നു. ഫലം, കെ.യു. നായർ പ്രകൃതിയെ അവഗണിച്ചതിൻ്റെ ഫലമായി ഏകാന്തതയിലേക്ക് തള്ളപ്പെടുന്നു. കവിതയിലെ കമന്റ് ലോകവും ശാശ്വതമായ പരിവർത്തനങ്ങൾ നടത്താതെ ഉപരിപ്ലവമായ പ്രകൃതി സ്നേഹം പ്രകടിപ്പിച്ച് പാഴ്ശ്രമം നടത്തുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. സാറ ജോസഫ്. സാറ ജോസഫിൻ്റെ ആദി എന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള നോവലിലെ 6-ാം അധ്യായമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം. ആദിമജീവൻ ഉടലെടുത്ത മണ്ണും വെളിച്ചവും ആധുനിക കാലത്ത് മലിനമാക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ആകുലതകളാണ് ഈ പാഠഭാഗം പങ്കുവയ്ക്കുന്നത്. ആശയം: ആദി, ജലദേശത്തിൻ്റെ തനിമ. ആദി എന്നത് കണ്ടൽക്കാടുകളാൽ, അതായത് നാട്ടുകാർ ഇതിനെ പച്ചവള എന്ന് വിളിക്കുന്നു, ചുറ്റപ്പെട്ട ഒരു അപൂർവ ജലദേശമാണ്. മനുഷ്യരുടെയോ വാഹനങ്ങളുടെയോ ശബ്ദമില്ലാത്ത പ്രകൃതി അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്ന ഈ പ്രദേശം സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. നൂർ മുഹമ്മദും പെൺകുട്ടിയും. ആദിയിലേക്ക് എത്തിയ കഥ പറച്ചിലുകാരനായ നൂർ മുഹമ്മദ് ജലാശയങ്ങളിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു നിഗൂഢ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. അവളുടെ സങ്കടം ആദിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്നതാണ്. ഈ പെൺകുട്ടി പ്രകൃതിയുടെ തന്നെ പ്രതീകമോ അല്ലെങ്കിൽ മലിനമാക്കപ്പെടുന്ന പ്രകൃതിയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനസാക്ഷിയോ ആകാം. ബുദ്ധൻ്റെയും ആനന്ദൻ്റെയും കഥ. പെൺകുട്ടിയുടെ സങ്കടം മാറ്റാൻ നൂർ മുഹമ്മദ് ഒരു കഥ പറയുന്നു. ദാഹിച്ച ബുദ്ധനായി വെള്ളം തേടിപ്പോയ ശിഷ്യനായ ആനന്ദൻ കാളവണ്ടികൾ കടന്നുപോയതിനാൽ അരുവിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നത് കണ്ട് നിരാശനായി മടങ്ങുന്നു. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്നും ആ കാത്തിരിപ്പിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാമെന്നും ബുദ്ധൻ അവനെ പഠിപ്പിക്കുന്നു. ദാർശനിക തലം. കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കുള്ള പ്രയാണം പ്രകൃതിയുടെ സ്വഭാവമാണെന്ന് ഈ പാഠം വ്യക്തമാക്കുന്നു. ക്ഷമയോടെയുള്ള കാത്തിരിപ്പിലൂടെയും പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെയും മാത്രമേ മനുഷ്യന് ആത്മസംതൃപ്തിയും തെളിമയുള്ള ജീവിതവും കണ്ടെത്താനാവൂ എന്നതാണ് പാഠത്തിൻ്റെ കാതൽ. ഇനി ഭാഷയും പരിസ്ഥിതിയും. ആദിയിലെ വെള്ളത്തെയും മണ്ണിനെയും കാവ്യാത്മകമായ ഭാഷയിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നും പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിലനിൽപ്പില്ലെന്നുമുള്ള പാരിസ്ഥിതിക വിവേകം ഈ വരികളിൽ തെളിയുന്നു. ചുരുക്കത്തിൽ, മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് പ്രകൃതിയുടെ വിശുദ്ധി വീണ്ടെടുക്കാൻ ക്ഷമയും പ്രത്യാശയും അത്യാവശ്യമാണെന്ന് ഈ കഥാഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിഗ്രഹിക്കുക. ജലമലിനീകരണം, ജലത്തിൻ്റെ മലിനീകരണം. പരിസ്ഥിതി ബോധം, പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധം. ശുഭമായ പ്രതീക്ഷ. ബുദ്ധകഥ, ബുദ്ധൻ്റെ കഥ. കായൽക്കര, കായലിൻ്റെ കര. ദൃശ്യാവിഷ്കാരം, ദൃശ്യത്തിൻ്റെ ആവിഷ്കാരം. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം ഏത് നോവലിൽ നിന്നും എടുത്തതാണ്? ആദി. ആദിയെ ചുറ്റിക്കിടക്കുന്ന കണ്ടൽക്കാടുകളെ നോവലിസ്റ്റ് വിശേഷിപ്പിക്കുന്നത് ഏത് പേരിലാണ്? പച്ചവള. പെൺകുട്ടി വെള്ളത്തിനടുത്ത് വരുന്നത് അലക്കാനോ കുളിക്കാനോ അല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? ഉത്തരം, വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കാൻ വേണ്ടി മാത്രം. 4. പെൺകുട്ടി നൂർ മുഹമ്മദിനോട് ചോദിച്ച ദാർശനിക ചോദ്യം എന്താണ്? ഏത് പൂവാണ് നിങ്ങൾ? 5. നൂർ മുഹമ്മദിന് ആനന്ദമായിരുന്നു അവൾ എന്ന് സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലെ ഏത് ദൃശ്യവുമായാണ്? ഉത്തരം, ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. പെൺകുട്ടി എന്ന കഥാപാത്രം പ്രതീകാത്മകമായി എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം, പെൺകുട്ടി പ്രകൃതിയുടെയും ശുദ്ധിയുടെയും അതുപോലെ പ്രകൃതിക്ക് സംഭവിക്കുന്ന വേദനയെയും പ്രതിനിധീകരിക്കുന്നു. നൂർ മുഹമ്മദിന് അവൾ ആനന്ദമായിരുന്നു. എന്നാൽ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവളായി അവൾ വിശേഷിപ്പിക്കപ്പെടുന്നു. 2. വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന പ്രയോഗം കഥയുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക. ഉത്തരം, നൂർ മുഹമ്മദ് ആശങ്കയിലും അസ്വസ്ഥതയിലും ഇരിക്കുമ്പോൾ തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടുകയും മുടിയിഴകളെ താരാട്ടുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിലാണ് വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന് പറയുന്നത്. ആദിമജീവന്റെ ഉറവിടം ജലമായതുകൊണ്ടും ഏതു വേദനയിലും ആശ്വാസം നൽകുന്ന ഒന്നാണ് പ്രകൃതി എന്നതുകൊണ്ടും ഈ പ്രയോഗം ആശ്വാസവും സുരക്ഷിതത്വവും ചർച്ച ചെയ്യുന്നു. 3. ജലമലിനീകരണം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നേടാൻ പാഠഭാഗം എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം, ജലം അതിജീവനത്തിൻ്റെ ആധാരമാണ്. ജലം മലിനമായാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയതിൽ ദുഃഖിക്കുന്ന പെൺകുട്ടി പ്രകൃതിയുടെ വേദനയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സൂചിപ്പിക്കുന്നു. ഈ ഉത്കണ്ഠ പരിസ്ഥിതി ബോധം വളർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന പാഠമാണ്. 4. ആദിയുടെ ഞാടിഞരമ്പുകൾ പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്?
ഉത്തരം ആദ്യ ഒരു ജലദേശമാണ്. തോടുകൾ, ചാലുകൾ, കുളങ്ങൾ, ഉറവകൾ, കിണറുകൾ, വെള്ളം തളം കെട്ടി തെറിക്കുന്ന വയലുകൾ, ഏറ്റിറക്കങ്ങൾ കൊണ്ട് മറയുകയും അഴുകുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ എന്നിവയാണ് ആദിയിലെ പ്രധാന ജലസ്രോതസ്സുകൾ. ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം നോവൽ ഭാഗം മുൻനിർത്തി വിലയിരുത്തുക. ഉത്തരം സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ 6-ാം അധ്യായത്തിൻ്റെ ശീർഷകമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത്. ഈ ശീർഷകം പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിൻ്റെയും ആഴത്തിലുള്ള സത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ശീർഷകത്തിൻ്റെ ഔചിത്യം പ്രകൃതിയുടെ സ്വാഭാവികമായ നിയമം. ആദി എന്ന ജലദേശത്തെ വെള്ളം കലങ്ങിയിരിക്കുന്നത് കണ്ട് സങ്കടപ്പെടുന്ന പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനാണ് നൂർ മുഹമ്മദ് ഈ വാചകം പറയുന്നത്. എത്ര കലങ്ങിയാലും ഒടുവിൽ തെളിമ കൈവരിക എന്നത് പ്രകൃതിയുടെയും വെള്ളത്തിൻ്റെയും അടിസ്ഥാന സ്വഭാവമാണ്. കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കുള്ള ഈ പ്രയാണം പ്രകൃതിയുടെ മാറ്റാനാവാത്ത നിയമമാണെന്ന് ശീർഷകം വ്യക്തമാക്കുന്നു. ബുദ്ധൻ്റെയും ആനന്ദൻ്റെയും കഥ. നോവലിൽ നൂർ മുഹമ്മദ് പറയുന്ന ബുദ്ധൻ്റെയും ശിഷ്യനായ ആനന്ദൻ്റെയും കഥ ഈ ശീർഷകത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. കാളവണ്ടികൾ കടന്നുപോയതിനാൽ കലങ്ങിയ അരുവിയിലെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് കരുതിയ ആനന്ദനോട് ക്ഷമയോടെ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. ഈ കഥയിലൂടെ ക്ഷമയോടെ കാത്തിരിപ്പിലൂടെ ഏത് കലക്കവും മാറുമെന്ന ദാർശനികമായ അർത്ഥം ശീർഷകം കൈവരിക്കുന്നു. മനുഷ്യനിലെ പരിവർത്തനം. വെള്ളം തെളിയുന്നതുപോലെ മനുഷ്യൻ്റെ മനസ്സിലെ കലക്കങ്ങളും, അതായത് ദേഷ്യം, സങ്കടം, അസ്വസ്ഥത എന്നിവയും ക്ഷമയോടെ നേരിട്ടാൽ മാറുമെന്ന് ഈ പാഠഭാഗം ഓർമ്മിപ്പിക്കുന്നു. ആനന്ദൻ്റെ മനസ്സിലെ ദേഷ്യം മാറിയതും വെള്ളം തെളിയുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. പാരിസ്ഥിതികമായ പ്രത്യാശ. മനുഷ്യൻ്റെ അധിനിവേശം മൂലവും മാലിന്യങ്ങൾ കലരുന്നതിനാലും പ്രകൃതി ഇന്ന് കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ്. എന്നാൽ പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെയും അതിനെ സംരക്ഷിക്കുന്നതിലൂടെയും ആ പഴയ വിശുദ്ധി വീണ്ടെടുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഈ ശീർഷകം നൽകുന്നു. കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കുള്ള പ്രയാണം പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും അനിവാര്യതയാണെന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഈ ശീർഷകം നോവൽ ഭാഗത്തിന് ഏറ്റവും അനുയോജ്യവും അർത്ഥവത്തുമായി തീരുന്നു. 2. പെൺകുട്ടി നൂർ മുഹമ്മദിനോട് ചോദിച്ച ഏത് പൂവാണ് നിങ്ങൾ എന്ന ചോദ്യം വിശകലനം ചെയ്യുക. സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്താണ് ഈ ഹൃദ്യമായ ചോദ്യം വരുന്നത്. നൂർ മുഹമ്മദ് എന്ന കഥാകാരൻ ആദിയിലെ നിഗൂഢയായ പെൺകുട്ടിയോട് കണ്ണടച്ചിരുന്ന് പ്രകൃതിയെ ദർശിക്കാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ ചോദ്യം ഉയരുന്നത്. ഈ ചോദ്യത്തിൻ്റെ വിശകലനം. മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്ന ബോധം. നൂർ മുഹമ്മദ് പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു. ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം ഏത് പൂവാണ് നിങ്ങൾ എന്നവൾ ചോദിക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പാരിസ്ഥിതിക വിവേകം. പുഴുവും പക്ഷിയും പൂവും മനുഷ്യനും ഒരേ ജീവിവംശത്തിൻ്റെ കണികകളാണെന്നും മണ്ണിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിലനിൽപ്പില്ലെന്നുമുള്ള പാരിസ്ഥിതിക വിവേകമാണ് ഈ വരികളിൽ തെളിയുന്നത്. അദ്വൈത ചിന്ത. പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല എന്ന അദ്വൈത ചിന്ത ഇവിടെ പരിസ്ഥിതി ബോധമായി വികസിക്കുന്നു. പൂവിനെയും മനുഷ്യനെയും ഒരേ ജൈവ ഘടകമായി കാണുന്ന പെൺകുട്ടിയുടെ ഈ കാഴ്ചപ്പാട് മനുഷ്യൻ പ്രകൃതിയുടെ മേൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കുള്ള മറുപടിയാണ്. ആത്മീയതയും വൈകാരികവുമായ ബന്ധം. കേവലം ഒരു ഗന്ധത്തെ തിരിച്ചറിയുന്നതിലുപരി ആ ഗന്ധത്തിൻ്റെ ഉറവിടം നൂർ മുഹമ്മദ് എന്ന മനുഷ്യനാണെന്ന് അവൾ കരുതുന്നു. മനുഷ്യനെ പ്രകൃതിയുടെ മനോഹരമായ ഒരു സൃഷ്ടിയായി, അതായത് പൂവായി അവൾ സങ്കല്പിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയും മാത്രമേ മനുഷ്യന് യഥാർത്ഥ സന്തോഷം, ആത്മീയബോധവും കൈവരൂ എന്ന വലിയ സത്യമാണ് ഈ ചെറിയ ചോദ്യത്തിലൂടെ കഥാകാരി പങ്കുവയ്ക്കുന്നത്. 3. പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ വെള്ളം സ്ഫടികമണികൾ പോലെ ചിതറിയത് നൽകുന്ന പ്രതീക്ഷ എന്താണ്? സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്ത് പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ വെള്ളം സ്ഫടികമണികൾ പോലെ ചിതറിത്തെറിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു ദൃശ്യമാണ്. ഈ സന്ദർഭം നൽകുന്ന പ്രധാന പ്രതീക്ഷകൾ. 1. പ്രകൃതിയുടെ വീണ്ടെടുപ്പ്. എത്ര കലങ്ങിയാലും ഒടുവിൽ തെളിമ കൈവരിക എന്നത് പ്രകൃതിയുടെയും വെള്ളത്തിൻ്റെയും മാറ്റാനാവാത്ത സ്വഭാവമാണ്. സ്ഫടികമണികൾ പോലെ ചിതറുന്ന വെള്ളം പ്രകൃതിയുടെ ആ യഥാർത്ഥ നൈർമല്യത്തെയും തെളിമയെയുമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. പെൺകുട്ടി വെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് ഓടുമ്പോൾ ഉണ്ടാകുന്ന 100 ചിലങ്കകൾ ഒന്നിച്ച് കിലുങ്ങുന്നത് പോലുള്ള ശബ്ദം മനുഷ്യനും ജലവും തമ്മിലുള്ള ആദിമകാലം തൊട്ടുള്ള ഇഴപിരിയാത്ത ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. 3. വിശുദ്ധിയിലേക്കുള്ള മടക്കം. മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പ്രകൃതിയും ജീവിതവും ഇന്ന് കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണെങ്കിലും ക്ഷമയോടെയുള്ള കാത്തിരിപ്പിലൂടെയും
സംരക്ഷണത്തിലൂടെയും ആ പഴയ വിശുദ്ധി വീണ്ടെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഈ ദൃശ്യം നൽകുന്നത്. മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിയിലെ ജലദേശത്ത് സ്ഫടികതുല്യമായ ജലത്തുള്ളികൾ ചിതറുന്നത് ജീവന്റെ ഉറവകൾ വറ്റി വരണ്ടിട്ടില്ല എന്ന പോസിറ്റീവായ ഒരു സൂചനയാണ് നൽകുന്നത്. ദേശവും എഴുത്തും ആശയം. ദേശവും എഴുത്തും എന്ന ഭാഗം സാഹിത്യ സൃഷ്ടികളിൽ ദേശം ചെലുത്തുന്ന സ്വാധീനത്തെയും അത് എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെയുമാണ് വിശകലനം ചെയ്യുന്നത്. ദേശവും സർഗാത്മകതയും. ദേശം എന്നത് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ല, മറിച്ച് അത് ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകതയുടെ ജീവനാഡിയാണ്. ഒരാളുടെ അനുഭവങ്ങളും സംസ്കാരവുമാണ് ദേശത്തിലൂടെ എഴുത്തിലേക്ക് പകരുന്നത്. ഒന്ന്, ദേശത്തിൻ്റെ തനിമ. കോവിലൻ്റെ തട്ടകം എന്ന കൃതിയിൽ ഗ്രാമത്തിൻ്റെ തനിമയും നാരായണൻ്റെ കൊച്ചേരത്തി എന്ന നോവലിൽ ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതവും ആചാരങ്ങളും എഴുത്തിലേക്ക് കടന്നു വരുന്നത് ഇതിന് ഉദാഹരണമാണ്. 2, സ്വത്വവും മേൽവിലാസവും. UA ഖാദറിൻ്റെ അനുഭവങ്ങളിൽ ഒരാൾക്ക് ഒന്നിലധികം ദേശങ്ങൾ സ്വന്തമായിരിക്കാം. അദ്ദേഹത്തിന് ബർമയിലെ ബില്ലിയൻ ഹൃദയദേശവും കേരളത്തിലെ പാലൂർ ജീവിതവിലാസവുമാണ്. ദേശം ഒരു വ്യക്തിയുടെ സ്വത്വബോധത്തെ നിർണ്ണയിക്കുന്നു. 3, കാർഷിക സംസ്കാരവും ഓർമ്മകളും. ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിൽ വയനാടിൻ്റെ കാർഷിക സംസ്കാരവും കാപ്പിപ്പൂവിൻ്റെ മണവും കപ്പവാട്ടു കല്യാണങ്ങളും ദേശത്തിൻ്റെ അടയാളങ്ങളായി മാറുന്നു. കാലം മായ്ച്ചു കളഞ്ഞ ഓർമ്മകളെ ദേശം തിരികെ കൊണ്ടുവരുന്നു. 4, ഭാഷയിലെ ദേശസ്പർശം. അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ആലപ്പുഴയുടെ തനിമ വെളിപ്പെടുത്താൻ ജലം എന്ന സംസ്കൃത പദത്തേക്കാൾ വെള്ളം എന്ന തദ്ദേശീയ പദമാണ് അനുയോജ്യമെന്ന് വ്യക്തമാക്കുന്നു. കരിമണ്ണിൻ്റെയും ചകിരിയുടെയും വിയർപ്പിൻ്റെയും രുചിയുള്ള ആലപ്പുഴയുടെ ആത്മാവ് വെള്ളം എന്ന വാക്കിലാണ് കുടികൊള്ളുന്നത്. 5, വേരുകൾ തേടിയുള്ള യാത്ര. ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെ മുരിങ്ങമരത്തോപ്പ് എന്ന കഥയിൽ നരേന്ദ്രൻ തൻ്റെ അച്ഛൻ്റെ ജന്മദേശമായ ചേറ്റുവ മണപ്പുറം തേടിപ്പോകുന്നത് സ്വന്തം വേരുകളും സ്വത്വബോധവും കണ്ടെത്താനാണ്. എഴുത്ത് ദേശത്തിന് അനശ്വരത നൽകുമ്പോൾ ദേശം എഴുത്തിനെ കൂടുതൽ സത്യസന്ധവും ഹൃദ്യവുമാക്കുന്നു. ഓരോ എഴുത്തുകാരനും സ്വന്തം ദേശത്തെ സാഹിത്യത്തിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വിഗ്രഹിക്കുക. ഹരിതാഭം, ഹരിതമായ ആഭം, അതായത് പച്ചപ്പുള്ള ഭംഗി. പ്രകൃതി സംരക്ഷണം, പ്രകൃതിയെ സംരക്ഷിക്കൽ. കഥാസമാഹാരം, കഥകളുടെ സമാഹാരം. ഉന്നത വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം. കവിതാ പുരസ്കാരം, കവിതാ പുസ്തകം, കവിത അടങ്ങിയ പുസ്തകം, കവിതകളുടെ പുസ്തകം. സാമൂഹ്യക്ഷേമം, സാമൂഹികമായ ക്ഷേമം. ഒറ്റവാക്യമാക്കുക. ചെറിയ നീൽച്ചാലുകൾ ഒന്നിച്ചു ചേർന്ന് അത് കൈത്തോടുകളായി പിന്നീട് വലിയ തോടുകളായി മാറുന്നതിൻ്റെ വിവരണം ദേശത്തിൻ്റെ ജീവനാഡിയായ ജലവ്യവസ്ഥയെ വ്യക്തമാക്കുന്നു. ഉത്തരം, ചെറിയ നീൽച്ചാലുകൾ ഒന്നിച്ചു ചേർന്ന് കൈത്തോടുകളായും പിന്നീട് വലിയ തോടുകളായി മാറുന്നതിൻ്റെ വിവരണം ദേശത്തിൻ്റെ ജീവനാഡിയായ ജലവ്യവസ്ഥയെ വ്യക്തമാക്കുന്നു. ലഘുവാക്യങ്ങളാക്കുക. മലയരയരുടെ സ്വത്വം രൂപപ്പെടുന്നത് പ്രകൃതിയും ചൂഷകരായ പുറം ലോകവും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ്. ഉത്തരം, മലയരയരുടെ സ്വത്വം രൂപപ്പെടുന്നു, പ്രകൃതി വെല്ലുവിളികൾ ഉയർത്തുന്നു, ചൂഷകരായ പുറം ലോകം വെല്ലുവിളികൾ ഉയർത്തുന്നു, അവർ ഇവയെ അതിജീവിക്കുന്നു. ഇനി 1 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ. ദേശവും എഴുത്തും എന്ന പാഠഭാഗം അവതരിപ്പിക്കാൻ എനിക്ക് ദേശം തൻ്റെ കവിതയിൽ ജന്മനാടിനെ എന്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് സങ്കല്പിക്കുന്നത്? സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായി. കോവിലിൻ്റെ തട്ടകം എന്ന നോവലിൽ കിഴക്കുമുറിയിൽ കാണുന്ന 3 കുന്നുകൾ ഏതെല്ലാമാണ്? തേട്ടിക്കുന്ന്, ചെറുകുന്ന്, പുല്ലാനിക്കുന്ന്. നാരായണൻ്റെ കൊച്ചരേത്തി ഏത് ഗോത്രത്തിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് എഴുതിയത്? മലയരയൻ. UA ഖാദറിൻ്റെ ഹൃദയദേശമായി ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലമാണ്? ബർമയിലെ ബില്ലിൻ. ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിൽ വയനാടിൻ്റെ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഗന്ധം ഏതാണ്? കശുമാമ്പഴത്തിൻ്റെ വാസന, കാപ്പിപ്പൂവിൻ്റെ നറുമണം, കൈമനെല്ലിൻ്റെ വാസന. കോവിലൻ്റെ നോവലിൽ ആർത്താട്ടു പാടത്തെ നീർച്ചാലുകളും കൈത്തോടുകളും ഒത്തുചേരുന്ന സ്ഥലത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് എങ്ങനെയാണ്? 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1, എഴുത്തുകാരുടെ ആത്മഭാവമാണ് നാട്. അത് നീരാവിയിലെ നീര് പോലെ ഓരോ എഴുത്തിലും ഒളിച്ചിരിക്കുന്നു എന്നതിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ഉത്തരം, ദേശം എന്നത് എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെയും ഭാവനയെയും രൂപപ്പെടുത്തുന്ന ഒരു ആത്മഭാവമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ രചനകളിലെല്ലാം ഈ ദേശത്തിൻ്റെ തനിമയും ഓർമ്മകളും പ്രമേയപരവും ഭാഷാപരവുമായ തലങ്ങളിൽ സ്വാഭാവികമായി കടന്നുവരും. 2, കോവിലൻ തൻ്റെ ദേശത്തെ ത്രിവേണി എന്ന് വിശേഷിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്?
ഉത്തരം കോവിലൻ തൻ്റെ ഗ്രാമമായ മൂന്നോടിൻ്റെ പച്ചയായ യാഥാർത്ഥ്യവും തനിമയും തൻ്റെ എഴുത്തിലൂടെ വെളിപ്പെടുത്താനാണ് ആഗ്രഹിച്ചത്. അതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. കോവിലൻ്റെ തട്ടകം എന്ന കൃതിയിൽ ഗ്രാമത്തിൻ്റെ തനിമയാണ് എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ വൈകത്തോടുകളായി മാറി. അവ പലയിടങ്ങളിൽ നിന്നും ഒത്തുചേർന്ന് ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലു തോടായി മാറുന്നു. ഈ നീർച്ചാലുകൾ കൂത്തമ്പലത്തിന് തൊട്ടടുത്ത് വെച്ച് വലിയ തോടിൽ ചേരുന്നുണ്ടെങ്കിലും ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല എന്ന് അദ്ദേഹം തൻ്റെ കൃതിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യമായ ആലങ്കാരികതയോ സംസ്കൃതവൽക്കരണമോ ഇല്ലാതെ ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ ദേശത്തെ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ദേശമെന്നത് വെറും ഒരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ലെന്നും അത് അവിടുത്തെ ജനതയുടെ ഭാഷയും സംസ്കാരവും ഓർമ്മകളും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നോടിൻ്റെ സ്വാഭാവികമായ വിനിമയങ്ങളെ അദ്ദേഹം അതേപടി നിലനിർത്തി. തൻ്റെ ഗ്രാമത്തിലെ തോടുകളുടെ സംഗമത്തിന് അവിടുത്തെ മനുഷ്യർ നൽകിയ ലളിതമായ പേരും തനിമയും നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 2. നാരായണൻ്റെ നോവലിൽ മലയരയർ തീ കത്തിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത വസ്തുക്കൾ എന്തെല്ലാം? ഉത്തരം നാരായണൻ്റെ കൊച്ചരേത്തി എന്ന നോവലിലെ വിവരണമനുസരിച്ച് മലയരയർ തീ കത്തിക്കാനായി താഴെ പറയുന്ന പരമ്പരാഗത വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. 1. മുളക്കട്ടി. തീ കത്തിക്കാനായി ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനായി ഉപയോഗിച്ച സഞ്ചിയോ പാത്രമാണിത്. ഉണങ്ങിയ പനമ്പഞ്ഞി. തീപ്പൊരി പെട്ടെന്ന് പടരുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഉണങ്ങിയ നാരുകൾ അഥവാ പഞ്ഞി. ഉരുക്ക് കഷ്ണം. കല്ലിൽ ഉരസി തീപ്പൊരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹ കഷ്ണം. വെള്ളാരൻ കല്ല്. ഇതിനെ ഇരുമ്പൻ വെള്ളാരൻ കല്ല് എന്ന് പാഠഭാഗത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഉരുക്കുമായി ഈ കല്ല് ശക്തിയായി ഉരസുമ്പോഴാണ് തീപ്പൊരി ഉണ്ടാകുന്നത്. കരിങ്കട്ടകൾ. ഇരുമ്പൻ വെള്ളാരൻ കല്ലിൽ നിന്ന് ഉരുക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തീപ്പൊരി പഴമ്പഞ്ഞി വഴി പടർത്തി തീ ജ്വലിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു. ഈ വസ്തുക്കൾ ഉപയോഗിച്ച് കല്ലിൽ ഉരുക്ക് ഉരസി ഉണ്ടാകുന്ന തീപ്പൊരി പനമ്പഞ്ഞിയിലേക്ക് പടർത്തി അത് മെല്ലെ ഊതിയാണ് അവർ തീ ഉണ്ടാക്കിയിരുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. UA ഖാദറിനെ സംബന്ധിച്ച് ദേശം എന്നത് കേവലം ഒരു സ്ഥലമല്ല, മറിച്ച് ദേശദ്വയം ഉൾക്കൊള്ളുന്ന സങ്കീർണമായ അനുഭവമായി മാറുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക. ഉത്തരം UA ഖാദറിനെ സംബന്ധിച്ചിടത്തോളം ദേശമെന്നത് വെറും ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തിയല്ല, മറിച്ച് പലായനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും സങ്കീർണമായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ദേശദ്വയം, അതായത് 2 ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ഖാദറിന് ഒന്നിലധികം ദേശങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന് താൻ ജനിച്ചു വളർന്ന ബർമയിലെ ബില്ലീൻ എന്നത് ഒരു ഹൃദയദേശമാണ്. എന്നാൽ അദ്ദേഹം സാഹിത്യകാരനായി വളർന്നതും അദ്ദേഹത്തിന് വിലാസം നൽകിയതുമായ കേരളത്തിലെ പാലൂർ എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത വിലാസവുമാണ്. ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിപ്പോയ ചിത്രങ്ങളെയും സങ്കടങ്ങളെയും കോർത്തിണക്കി ഒരു കഥയാക്കി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെടുമ്പോഴാണ് ഏതാണ് തൻ്റെ ദേശമെന്ന ചോദ്യം അദ്ദേഹത്തിൽ ഉയരുന്നത്. ബർമയിലെ ബില്ലീൻ ഗ്രാമമാണോ അതോ ഏകാന്തതയിൽ വളർന്ന കോവിൽക്കണ്ടി ദേശമാണോ അതോ തൻ്റെ വാർദ്ധക്യത്തിന് തണലൊരുക്കിയ തൃക്കോട്ടൂരങ്ങാടിയിലോ പാലൂരിലോ ഉള്ള ദേശമാണോ തൻ്റെ യഥാർത്ഥ ദേശമെന്ന് അദ്ദേഹം സന്ദേഹിക്കുന്നു. ദേശം ഒരു വ്യക്തിയുടെ സ്വത്വബോധത്തെ നിർണ്ണയിക്കുന്നുവെന്ന് ഖാദർ വിശ്വസിക്കുന്നു. പെണ്ണും പേടിയും പോലെയുള്ള കൃതികളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച മേൽവിലാസവും പെരുമയും പാലൂർ ദേശം നൽകിയതാണ്. ജനിച്ചു വളർന്ന ബർമയിലെ അനുഭവങ്ങളും പിന്നീട് കേരളത്തിലെത്തി പൊരുത്തപ്പെടാൻ ശ്രമിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളും അദ്ദേഹത്തിന് എഴുത്തിൽ സങ്കീർണമായി ഇഴചേർന്ന് കിടക്കുന്നു. ദേശമെന്നത് വെറും ഒരു സ്ഥലമല്ല, മറിച്ച് മണൽപ്പാതകളും പള്ളിക്കുളങ്ങളും പ്രാക്രൂപങ്ങളും വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും ഉൾക്കൊള്ളുന്ന വലിയൊരു സംസ്കാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. UA ഖാദറിന് ദേശമെന്നത് തൻ്റെ വേരുകൾ തേടിയുള്ള അലച്ചിലിൻ്റെയും തൻ്റെ എഴുത്തിന് ആധാരമായ സംസ്കാരത്തിൻ്റെയും സങ്കലനമാണ്. ബർമയിലെ ബാല്യവും കേരളത്തിലെ സാഹിത്യ ജീവിതവും ചേർന്ന ഈ ദേശദ്വയം അദ്ദേഹത്തിന് സർഗാത്മകതയുടെ ജീവനാഡിയാണ്. 7 മാർക്കിൻ്റെ ചോദ്യം. ദേശവും എഴുത്തും എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിക്കുന്ന രീതിയിലെ വൈവിധ്യങ്ങൾ താരതമ്യം ചെയ്ത് വിശദീകരിക്കുക. ദേശവും എഴുത്തും എന്ന പാഠഭാഗം സാഹിത്യരചനകളിൽ ദേശം എപ്രകാരം സർഗാത്മകതയുടെ ജീവനാഡിയായി മാറുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദേശം എന്നത് എഴുത്തുകാർക്ക് കേവലം ഒരു ഭൗമപ്രദേശമല്ല, മറിച്ച് അത് സംസ്കാരവും ഓർമ്മയും സ്വത്വബോധവും ഇഴചേർന്ന ഒന്നാണ്. കോവിലൻ, നാരായൺ, UA ഖാദർ, ഷീല ടോമി എന്നിവർ ദേശത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന രീതിയിലെ വൈവിധ്യങ്ങൾ താഴെ പറയുന്നവയാണ്. കോവിലൻ തൻ്റെ ദേശത്തെ ആവിഷ്കരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ അടരുകളുടെ അതീവ സൂക്ഷ്മതയോടെയാണ്. കിഴക്ക് മുറിയിലുള്ള തട്ടിക്കുന്ന്, പല്ലാനിക്കുന്ന് തുടങ്ങിയ കുന്നുകളെയും
ആർത്താറ്റുപാടത്തെ നീർച്ചാലുകളെയും അദ്ദേഹം ഒരു ഭൂപടം വരയ്ക്കുന്നത് പോലെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. തൻ്റെ നാട്ടിലെ തോടുകളെ സംഗമിക്കുന്ന ഇടത്തെ ത്രിവേണി എന്ന് വിശേഷിപ്പിക്കാതെ നാട്ടുഭാഷയുടെ തനിമ നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഗ്രാമത്തിൻ്റെ ജൈവമായ ഐക്യത്തെ പണ്ഡിത ഭാഷയേക്കാൾ സാധാരണക്കാരൻ്റെ വിനിമയ രീതിയിൽ അവതരിപ്പിക്കാനാണ് കോവലൻ താൽപ്പര്യപ്പെട്ടത്. നാരായൺ കൊച്ചരേത്തി. നാരായൻ്റെ എഴുത്തിൽ ദേശമെന്നത് ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതവും പാരമ്പര്യവും ഇഴചേർന്ന ഒന്നാണ്. മലയരയിലൂടെ ജീവിത സാഹചര്യങ്ങളും മൂളം കെട്ടി ഉണങ്ങിയ പനമ്പഞ്ചി, ഇരുളൻ, വെള്ളാരം കല്ല് എന്നിവ ഉപയോഗിച്ച് തീയുണ്ടാക്കുന്ന അവരുടെ പരമ്പരാഗത രീതികളും ദേശത്തിൻ്റെ തനിമയായി അദ്ദേഹം ആവിഷ്കരിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആദിമമായ ബന്ധത്തെയും ഗോത്ര സംസ്കാരത്തെയുമാണ് നാരായൺ ദേശത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. യു.എ. ഖാദർ. അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ. ഖാദറിനെ സംബന്ധിച്ചിടത്തോളം ദേശം എന്നത് ദേശദ്വയം, അതായത് 2 ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ അനുഭവമാണ്. താൻ ജനിച്ചു വളർന്ന ബർമയിലെ ബില്ലിൻ അദ്ദേഹത്തിന് ഹൃദയദേശവും സാഹിത്യ ജീവിതം കരിപ്പിടിപ്പിച്ച കേരളത്തിലെ പാലൂർ അദ്ദേഹത്തിന് ജീവിതവിലാസവുമാണ്. പലായനത്തിലൂടെയും വിദേശ ജീവിതത്തിലൂടെയും ചിതറിപ്പോയ ഓർമ്മകളെ കോർത്തിണക്കി തൻ്റെ സ്വത്വം കണ്ടെത്താനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുള്ളത്. ഷീല ടോമി വല്ലി. ഷീല ടോമി വയനാടിൻ്റെ കാർഷിക സംസ്കാരത്തെയും അതിന് സംഭവിച്ച പാരിസ്ഥിതിക നാശത്തെയുമാണ് ആവിഷ്കരിക്കുന്നത്. കുന്നുകൾ താഴ്ന്നു പോകുന്നതും പാടങ്ങൾ മാഞ്ഞു പോകുന്നതും മൂലം മനുഷ്യർക്കിടയിലുള്ള കാഴ്ചാബന്ധവും ആശയവിനിമയവും നഷ്ടപ്പെടുന്ന അവസ്ഥയെ അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതിയുടെ നാശം എങ്ങനെ സാമൂഹിക ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു എന്ന പാരിസ്ഥിതിക ബോധമാണ് അവരുടെ ദേശചിത്രീകരണത്തിലുള്ളത്. താരതമ്യം. കോവലൻ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ തനിമയിൽ ഊന്നുമ്പോൾ നാരായൺ ഗോത്ര സംസ്കാരത്തിൻ്റെ അടയാളങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യു.എ. ഖാദർ ദേശത്തെ ഓർമ്മകളുടെയും സ്വത്വത്തിൻ്റെയും ഭാഗമായി കാണുമ്പോൾ ഷീല ടോമി ദേശത്തിൻ്റെ പാരിസ്ഥിതികമായ തകർച്ചയും അത് മനുഷ്യബന്ധങ്ങളിൽ വരുത്തുന്ന മാറ്റവുമാണ് ചർച്ച ചെയ്യുന്നത്.